ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെഇ ടെക്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മളൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ, അപ്പോൾ നിങ്ങൾ ഏവരും കണ്ടിട്ടുള്ളൊരു ആനിമേഷൻ ഫിലിം ആയിരിക്കും ആംഗ്രി ബേർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ചക്ക് എന്നൊരു ക്യാരക്ടറിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഞാൻ വരയ്ക്കുന്ന ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇത് വലിയ വരച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാൻ ഇതിനകത്ത് ചെറുതായിട്ട് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. വലിയൊരു കാണിച്ചില്ല, എന്നാലും നമ്മൾ അതിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് തെറ്റിപ്പോകാതൊക്കെ ഇരിക്കാനാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് വന്നാലോ. അപ്പം നമുക്കിന്ന് തുടങ്ങിയേക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ചൂക്കിൻ്റെ ആ ബോഡിയിലോട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ഒരു ജൽപ്പേനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജൽപ്പേന വേണം എടുക്കാം. നമ്മൾ ബോഡി ഏകദേശം വരച്ചിട്ടുണ്ട്. നമുക്ക് പിരി വരയ്ക്കേണ്ട. പിരി നമ്മൾ കളറാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ചുണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു 1K ലൈക്കും അതുപോലെ തന്നെ നമുക്ക് വലിയ സബ്സ്ക്രൈബറൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, 500 താഴെയാണ് നമുക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നമുക്ക് 500 മേളിലെത്തും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ ഒരു 500 സബ്സ്ക്രൈബേഴ്സിന് മേളിൽ സബ്സ്ക്രൈബ് തന്നാൽ നിങ്ങൾ കമ്പനി പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ വരച്ചിരിക്കുന്നതായിരിക്കും. ഉറപ്പാണ് നമ്മൾ വരയ്ക്കുന്നതായിരിക്കും. നമ്മൾ ബോഡിയും ആ ചുണ്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ട് ഇനിയിപ്പനെ പറയുന്നത് തലയിലുള്ള മുടിനോടെ പറയാം. അങ്ങനെ അത് നമ്മൾ വരച്ചെടുക്കും. നമുക്ക് ഈ പുറകിലുണ്ട്. ഇതാണ് ഇത്തിരി എനിക്ക് ടാസ്ക്കായിട്ട് തോന്നിയത്. ഇതൊക്കെ ഒന്ന് വരച്ചെടുത്താൽ പുറകിലത്തെ വാലി വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഈ പിരിവ് നടിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് കളർ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് കളർ അടിക്കാനങ്ങ് തുടങ്ങിയാലും. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ കളർ അടിക്കാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ പെൻസിൽ കളറാണ്. കേട്ടോ, ഇതൊക്കെ ഒന്ന് വരച്ച് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. നമ്മൾ പിരി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ പിരി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണെന്ന് വരച്ചേക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരയ്ക്കുന്നുണ്ട്. അതുപോലെ സെയിം ഐസ് നമുക്കിവിടെ ഇതിൻ്റെ കണ്ണിനകത്ത് കൃഷ്ണമണി വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ണും വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് ഇവിടെ ഒന്നും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഭാഗത്ത് വെള്ളയാണ്, ബാക്കി അങ്ങോട്ട് മഞ്ഞയാണ്. ഇനി നമുക്കിതൊന്ന് കട്ടിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ വെച്ച് അടിച്ചിട്ട് അതിനെ ഒന്ന് പിടിക്കാനൊക്കെ ചെയ്യാം. ഇച്ചിരി എളുപ്പമായിരിക്കും. നിങ്ങളിഷ്ടം. പിന്നെ എനിക്ക് ആംഗ്രി ബേർഡ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഏതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാൻ പറ്റും. ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് കടിപ്പിച്ചൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കളർ ചെയ്യുന്ന പരിപാടിയിലോട്ടൊക്കെ കടന്നാലും ഗൈസ്, നമ്മൾ ഫസ്റ്റ് മഞ്ഞ കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മഞ്ഞാണ് ഗൈസ്. പിന്നെ നമ്മൾ ഈ പെൻസിലോട് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ അടിക്കുന്നില്ല. അവിടെ വെള്ളയാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ അടിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഷാഡോ ഇത് വരാനായിട്ട് നമ്മൾ ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. വളരെ ഒന്നുമില്ല, ഈ സൈഡിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കൈസിന് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകുന്ന ഓറഞ്ചാണ്. മൂക്കിൽ അടിച്ചു കൊടുക്കാം. ലൈറ്റായിട്ടാണ് അടിക്കുന്നത്.
ഓറഞ്ചൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഓറഞ്ച് പെൻസിലും കളർ ഓറഞ്ച് വെച്ച് നമുക്ക് ഈ മൂക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. കളിപ്പിൽ കൊടുത്താൽ മതിയാവും. ഫുള്ളായിട്ട് തന്നെ അടിച്ചു നല്ല കളർ വരും. എനിക്കാണ് ഈ ലൈനൊന്നും മായിച്ചു കളയാം. നമ്മൾ പെൻസിലും പഠിച്ചാൽ എനിക്കൊരു ഇതിലോടായിട്ടിരിക്കും. നമ്മളതും ജസ്റ്റ് ഒന്ന് മാറ്റി കളയണം. നമുക്ക് വേണമെങ്കിൽ മഞ്ഞ പറ്റുന്ന ശരിക്കും കൊടുക്കാം. ഇനി നമുക്ക് ഇനി ഒരൊറ്റ കളറും കൂടി അടിച്ചാൽ നമ്മുടെ പരിപാടി ഒന്ന് തീരും. അപ്പം നമുക്ക് ആ ലാസ്റ്റത്തെ കളറായ ബ്ലാക്ക് ഒടിഞ്ഞു പോയി ഗൈസ്. ഈ ബ്ലാക്ക് ഫുള്ള് വരാം. എന്നാലും നമ്മൾ അടിച്ച് ശരിയാക്കും. പക്ഷേ നമുക്കിപ്പോൾ വേണ്ട കേട്ടോ. മായിച്ച് കളയും. നമുക്ക് നല്ലൊന്നും കഴിവൊന്നുമില്ല. നമുക്കിനി നമ്മുടെ പേന തന്നെയാണ് മികച്ച എന്ന് നമുക്ക് തോന്നുന്നത്. എനിക്ക് നല്ല കഴിവുണ്ട്. നമ്മൾ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിലെടുത്ത് പോകും. തലയിലേക്ക് പോകുന്ന സാധനം. അപ്പോൾ നമ്മുടെ ഏകദേശം പടം തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. പിന്നെ ഗൈസ് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഡ്രോയിങ് ബുക്കിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ബുക്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പണി കാണിച്ചത് കൊണ്ട് നിങ്ങളിപ്പോൾ ഡ്രോയിങ് ബുക്ക് ചെയ്യേണ്ട. എന്നാന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പേപ്പർ ചെയ്താൽ നിങ്ങൾ ഡ്രോയിങ് ബുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങളൊരു പേപ്പറോ അതൊരു ചെറിയ ലൈറ്റ് പറ്റിയുള്ള കാർഡ്ബോർഡിൻ്റെ ഷീറ്റോ എല്ലാം വെക്കേണ്ടതായിരുന്നു. ഞാനങ്ങനെ ഒരു മത്സരം കാണിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ, ദയവായി ക്ഷമിക്കൂ. അപ്പോൾ നമ്മുടെ പടം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തല്ലോ. നമുക്ക് അറിയാലോ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബൊന്നുമില്ല. എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് കളിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു അങ്ങനെ വരയ്ക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പിരിക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ പേന കൊണ്ട് വരച്ചെടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ലായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. അപ്പം പിന്നെ നിങ്ങളോട് ഞാൻ പറയാൻ മറന്നുപോയി. ഇതുണ്ടോ, ഞാനിവിടെ കുറേ കോളം എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ആംഗിൾ ബേസിൻ്റെ ആംഗിൾ ബേസിൽ വേറെ റെഡ് ഇതൊക്കെ ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ, അവരെയൊക്കെ വരയ്ക്കാനായിട്ട് പറ്റിയതാണ്. അപ്പോൾ അതിനായിട്ടാണ്. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവാണെങ്കിൽ അതായത് 1K ലൈക്കും പിന്നെ 500 സബ്സ്ക്രൈബറുടെ മണ്ടയിലും ദൈവമാണ്. നിങ്ങൾ കമൻറ്റ് പറയുന്നത് പടം ആരെങ്കിലും പറയുന്ന ഒരാളുടെ പടം നമ്മൾ വരച്ചിരിക്കുകയല്ല. എല്ലാവരും വരണമെന്നൊക്കെയുണ്ട്, പക്ഷേ സമയമൊക്കെയുണ്ട്. അപ്പം വരച്ചിരിക്കും നമ്മൾ ഉറപ്പാണ്. അപ്പം നിങ്ങൾ 500 സബ്സ്ക്രൈബറിൻ്റെ മണ്ടയിൽ എത്തി നിങ്ങൾ ഉറപ്പാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.